ഫൈനലി മറ്റൊരു മാച്ചിൽ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ്. സോ ഈ ഒരു വിജയത്തിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 1000 അതായത് 1K ലൈക്കുന്ന ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹെഡ് കോച്ചായ TG പുരുഷോത്തമൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ എന്തായാലും ഈ ഒരു മത്സരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത്, അതായത് ഈ ഒരു മത്സരം 70 മിനിറ്റിന് ശേഷം പിടിക്കാനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ തന്നെ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് TG പുരുഷോത്തമൻ പറയുന്നത്. സോ അത് കേരള ബ്ലാസ്റ്റേഴ്സ് സാധിച്ചു. 70 മിനിറ്റിന് ശേഷം അവരൊരു ഗോൾ അടിച്ച് ആ ഒരു മത്സരം പിടിച്ചു. ബട്ട് ആ ഒരു സച്ചിൻ സുരേഷിൻ്റെ ആ ഒരു എറർ എന്ന് തന്നെ പറയണം അതിന്. അതായത് അദ്ദേഹം അടിച്ച് താഴേണ്ട ആവശ്യമില്ലായിരുന്നു. കുറച്ചുകൂടെ എന്താ പറയുക, പുള്ളി ചെയ്ത് വെളിയിലോട്ട് കളയേണ്ട ഒരു ഫൗളായിരുന്നു. പിന്നെ സന്ദീപ് സിംഗ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ബോളാണ് ആ ഒരു രീതിയിൽ പോയത്. എന്തിനാണ് സന്ദീപ് സിംഗിനെ ഇറക്കിയതെന്ന് എനിക്കിപ്പോഴും ഒരു പിടി കിട്ടുന്നില്ല. ഐബാൻ തന്നെയായിരുന്നു. ഐബാൻ വന്നിട്ട് സന്ദീപിനെക്കാട്ടി മോശം ക്രോസിങ്. ഞാൻ ഞെട്ടിപ്പോയി. പുള്ളി നല്ലോണം ക്രോസ് ചെയ്യുന്നതാണ്, എന്തോ പറ്റിയെന്നറിയില്ല. ക്വാളിറ്റി പ്ലെയറാണ്, അദ്ദേഹത്തിന് എന്തോ പറ്റി, അത് തന്നെ പറയണം. സോ എന്തായാലും TG പുരുഷോത്തമൻ പറഞ്ഞ ഇങ്ങനെയാണ്, അതായത് ഞങ്ങൾ 70ാമത്തെ മിനിറ്റിന് ശേഷമായിരുന്നു മാച്ച് പിടിക്കാൻ നോക്കിയത്, അത് സംഭവിച്ചു. എന്തായാലും അദ്ദേഹത്തിനോട് ജോലിയുടെ കാര്യം അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു, അതായത് നിങ്ങൾക്ക് ജോലി കൺഫേം ആയോ ഇവിടെയെന്ന് പോൾ മേസ്ഫീൽഡ് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഇതുവരെ അങ്ങനെയൊന്നും കൺഫേം ഒന്നും ആയിട്ടില്ല, ഇനി അങ്ങോട്ട് മാച്ച് കിടക്കുകയില്ല, അതിലെ റിസൾട്ടിനൊക്കെ അനുസരിച്ചിരിക്കുമെന്നാണ് നമ്മുടെ TG പുരുഷോത്തമൻ പറഞ്ഞത്. എന്തായാലും ഒരു മലയാളി കോച്ചിൻ്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്നുള്ളത് വളരെ എന്താ പറയുക സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാ മലയാളി ഫാൻസിനും.